എൻ്റെ ഈ വീഡിയോകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പ്രധാനമായും ഓടി വരുന്ന 2 ദൈവവചനങ്ങളുണ്ട്. അതിലൊന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യമാണ്. അതിങ്ങനെയാണ്: ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. അപ്പോൾ ഈ വചനം അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. തന്നെയുമല്ല, ഈ വചനം ആരും പറയാറുമില്ല. എന്നാൽ ഈ വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു വചനമാണ്. അതായത് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകളിലെല്ലാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റുകൾ ചെയ്തതുകൊണ്ടാണ് മരണം കടന്നു വന്നത്. ചെയ്ത തെറ്റിലൂടെയാണ് മരണം കടന്നു വന്നത്. അല്ലാതെ മരണം വരേണ്ട സമയത്ത് വന്നതല്ല, മരണത്തെ ക്ഷണിച്ചു വരുത്തിയതാണ്. അപ്പോൾ ഇതിന് കൂടുതൽ വിശദീകരണം നൽകേണ്ട കാര്യമില്ല. ആ വാർത്തകൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ തെറ്റുകൾ കൊണ്ട് എങ്ങനെയാണ് മരണത്തെ ക്ഷണിച്ചു വരുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ഈ വചനം നമ്മുടെ സമൂഹത്തിൽ വളരെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ കുട്ടികളോടും മുതിർന്നവരോടും എല്ലാം ഈ വചനം നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ഓർമ്മിപ്പിക്കണം. ഇങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട്, ദൈവവചനത്തിൽ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം തിന്മയുടെ ഒരു കാലഘട്ടമാണ്. അതിനാൽ വളരെ ജാഗരൂകതയോടെ വേണം പ്രവർത്തിക്കാൻ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തെറ്റുപറ്റാതെ നോക്കണം. തെറ്റുപറ്റിയിട്ട് മരണം വന്നിട്ട് പിന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് കാര്യമില്ല. ആ സമയത്ത് നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ല. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തിയാൽ ആ ക്ഷണിക്കപ്പെട്ട മരണം ഒരിക്കലും തിരിച്ചു പോവുകയില്ല. അതുകൊണ്ട് ഈ ഒരു വചനം നമ്മളെ കുറഞ്ഞപക്ഷം നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും വായിച്ചു കേൾപ്പിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. അതുപോലെ തന്നെ വേറൊരു വചനമാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന, ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ, അദൃശ്യലോകം അതിൻ്റെ വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭീകരമായ അവസ്ഥയിൽ ദൃശ്യലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ തുടക്കം തന്നെ. അതിൽ പറയുന്ന ആ ദൃശ്യലോകവും അദൃശ്യലോകത്തെയും കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നിവിടെ അദൃശ്യലോകം വളരെ ഭയാനകമായി മാറിയിരിക്കുന്നു. അത് ദൃശ്യലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ കാര്യമാണ് വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. 1 പത്രോസ് 5:7. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഈ ഒരു വചനവും കൂടി നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയോ പറഞ്ഞു കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുകയോ ഒക്കെ ചെയ്യണം. കാരണം സമയം അങ്ങനെ വളരെ അതിനിർണായകമായൊരു സമയത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വേണമെങ്കിലും വിഴുങ്ങാം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ആരെയും പിശാച് ഒഴിവാക്കുന്നില്ല. കുഞ്ഞു മുതൽ വൃദ്ധരെ വരെ പിശാച് ഒരുപോലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറഞ്ഞപക്ഷം ആത്മീയ ജീവിതം നയിക്കുന്നവരെങ്കിലും ഈ ഒരു വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഈ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് തോന്നാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി.
ഈ ഒരു തീവ്രത മനസ്സിലായി തുടങ്ങിയിട്ട്. അതിനെ തെളിവാക്കുന്ന സംഭവങ്ങളാണിപ്പോൾ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുറഞ്ഞ പക്ഷം രണ്ടുപേരെങ്കിലും ഒരാളെങ്കിലും സുരക്ഷിതനായി ജീവിക്കുന്നെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്.